ഇത് തനിച്ചു വാർക്കുന്നൊരു ജനം. ഇവർ മറ്റുള്ളവരെ പോലെ അല്ല, ഇവർ ദൈവത്തിൻ്റെ സ്വന്തം ജനമാണ്. വളരെ പ്രധാനപ്പെട്ട ഒരു ദൈവവചന ഭാഗം നമ്മളിന്ന് പഠിക്കുകയാണ്. വേറൊന്നുമല്ല, ഇന്ന് ലോകത്ത് നടക്കുന്ന പല സംഭവങ്ങളും, പ്രത്യേകിച്ച് നമുക്കറിയാം വെസ്റ്റ് ഏഷ്യ അല്ലെങ്കിൽ ഈ നടക്കുന്ന ഓരോ സംഭവങ്ങൾ ലോകത്തെ മൊത്തം വളരെ ആകാംക്ഷയിലും, ഈ നാടൻ ഭാഷയിൽ പറഞ്ഞാൽ നമ്മളെയൊക്കെ മുൾമുനയെ നിർത്തിയിരിക്കുക. വാട്ട് വിൽ ഹാപ്പൻ നെക്സ്റ്റ്? അടുത്ത് എന്ത് സംഭവിക്കും അറിയത്തില്ല. അങ്ങനൊരു അവസ്ഥയിലാണ് രാജ്യങ്ങൾ. പണ്ട് രണ്ട് രാജ്യങ്ങൾ തമ്മിലൊരു യുദ്ധമുണ്ടായാൽ ആ രണ്ട് രാജ്യങ്ങളെ മാത്രമേ അത് ബാധിക്കൂ, ശരിയല്ലേ? പണ്ട് ഇറാൻ ഇറാഖ് യുദ്ധം, അത് അത്യാവശ്യം അവരെയാണ് ബാധിച്ചത്, പിന്നെ അതിന് ചുറ്റുമുള്ളവരെയൊക്കെ. പക്ഷേ ഇന്ന് എവിടെയെങ്കിലും രണ്ട് രാജ്യങ്ങൾ തമ്മിൽ യുദ്ധമുണ്ടായാൽ അത് ലോകത്തെ മുഴുവൻ ബാധിക്കുന്നു, അല്ലേ? ഇപ്പോൾ ഇറാനിലാണ് യുദ്ധം അല്ലെങ്കിൽ ഈ മിഡിൽ ഈസ്റ്റിലാണ് യുദ്ധം എന്ന് പറയുമ്പം നമ്മളെല്ലാം അത് ബാധിച്ചു. എത്രയോ പേരുടെ ജോലി പോകുന്നു, എത്രയോ പേരുടെ വരുമാനം നിന്നു, എത്രയോ പേര് ആത്മഹത്യക്ക്, ഇതിനോടൊക്കെ എത്ര പേര് ജീവൻ അവസാനിപ്പിച്ചു എന്നറിയാം, നമുക്കറിയത്തില്ല. അപ്പോൾ ഇങ്ങനൊരു ഘട്ടത്തിൽ നമ്മൾ ഇരിക്കുമ്പോൾ ഡേവിഡ് വിൽക്കർസൺ എന്ന് പറഞ്ഞ ദേവദാസനുണ്ടായിരുന്നു അമേരിക്കയിൽ, ന്യൂയോർക്കിൽ. അദ്ദേഹത്തിൻ്റെ ഒരു പ്രസിദ്ധമായ ചർച്ച ഉണ്ടായിരുന്നില്ല, അതിപ്പോഴും ആ ചർച്ച അവിടെയുണ്ട്. അദ്ദേഹം 1985 ഒരു പുസ്തകം എഴുതി. ആ പുസ്തകം സെറ്റ് ദ ട്രംപറ്റ് ടു ദൈ മൗത്ത്, കാഹളം നിൻ്റെ വായിൽ വെച്ച് ഊതുക എന്ന് പറഞ്ഞൊരു പുസ്തകം എഴുതി. അന്ന് അദ്ദേഹം ആ പുസ്തകത്തിൽ ഒരു പ്രവചനമായി ചില വരികൾ താൻ അതിനകത്ത് കുറിച്ചിട്ടു. ആ വരികൾ ഇന്ന് 40 വർഷം മുമ്പ് എഴുതിയൊരു പുസ്തകമാണ്. അതിൽ അദ്ദേഹം അമേരിക്കയെക്കുറിച്ചാണ്, താൻ അമേരിക്കക്കാരനായിരുന്നു, പക്ഷേ ഏറ്റവും കൂടുതൽ താൻ പ്രവചിച്ചിട്ടുള്ള അമേരിക്കയോടാണ് പ്രവചിച്ചത്. അദ്ദേഹം പ്രവചിച്ച ചില കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്, ഒരു വലിയ തീക്കുണ്ടം, അതായത് മിഡിൽ ഈസ്റ്റിൽ പ്രത്യേകിച്ച് ദ സ്മോക്ക് വിൽ റൈസ് നൈറ്റ് ആൻഡ് ഡേ ആസ് എ വാർണിംഗ് ഓഫ് ദ ഗ്രേറ്റ് ഹോളോകോസ്റ്റ് യെറ്റ് ടു കം. There will be bombs falling on oil fields. എണ്ണപ്പാടങ്ങളിൽ ബോംബുകൾ വീഴും. On shipping docks, തുറമുഖങ്ങളിലും കപ്പലുകളിലും. ആൻഡ് സ്റ്റോറേജ് ടാങ്ക്സ്, അവിടെയൊക്കെ സ്റ്റോറേജ് ടാങ്ക്സ് ഉണ്ടല്ലോ, അത് എണ്ണയായാലും ശരി എന്തായാലും ശരി, അതിന്മേൽ വീഴും. There will be panic among oil producers. എണ്ണ ഉൽപ്പാദകരുടെ ഇടയിൽ വലിയ പാനിക് ഉണ്ടാവും. ആൻഡ് ഷിപ്പിംഗ് കമ്പനി നമുക്കറിയാമല്ലോ, ഇപ്പം നമ്മുടെ ഹോർമൂസ് ആ ഇടുക്കിൽ എത്ര കപ്പലാണ് കുടുങ്ങി കിടക്കുന്നതെന്ന് അറിയാമോ? അത് കുടുങ്ങി കിടക്കുക, ഒരിക്കലും അങ്ങോട്ടും ഇങ്ങോട്ടും വിടുന്നില്ല. ആൻഡ് അപ്പോൺ ഓൾ നേഷൻസ് ഡിപ്പെൻഡൻ്റ് ഓൺ ദാറ്റ് ഓയിൽ, അതുവഴി അല്ലെങ്കിൽ ഇവരുടെ എണ്ണ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്ന എല്ലാ രാഷ്ട്രങ്ങളെയും ഈ യുദ്ധം ബാധിച്ചിരിക്കുന്നു. അപ്പം ഇത് ശരിക്കും പറഞ്ഞാൽ അദ്ദേഹം അന്ന് എഴുതി വച്ചിരിക്കുന്നത്, സൂൺ ആൻഡ് വെരി സൂൺ ആൻ എക്കണോമിക് നൈറ്റ് മെയർ വിൽ എക്സ്പ്ലോഡ് ഇൻ ടു റിയാലിറ്റി. ഒരു സാമ്പത്തികമായ ഒരു വലിയ ഒരു സ്ഫോടനം ഉണ്ടാകും. സ്ഫോടനം എന്ന് പറഞ്ഞാൽ അത് പോസിറ്റീവല്ല, നെഗറ്റീവാണ്, അല്ലേ? കാര്യങ്ങളെല്ലാം അവതാളത്തിലാകുന്നു. ഇതൊരു വല്ലാത്തൊരു ഭയപ്പെടുന്നൊരു വാർത്ത തന്നെയാണ്. ഇന്ന് ഏകദേശം നമുക്ക് ലോക വാർത്തകൾ വായിക്കുന്ന എല്ലാവർക്കും അറിയാം ഇതൊക്കെ ഏകദേശം സത്യം. എവിടൊക്കെയാണ് ഇത് വന്ന് ഓരോ ഡ്രോണും ഓരോ മിസൈലും വീഴുന്നതെന്നുള്ളത് നമുക്കറിയാം, അല്ലേ? ഒരിക്കലും ഞങ്ങൾക്കൊരു അറ്റാക്കും ഉണ്ടാകത്തില്ല എന്ന് പറഞ്ഞ് വളരെ അഭിമാനത്തോടെ അല്പം അഹങ്കാരത്തോടെ ഇരുന്ന ഗൾഫ് രാജ്യങ്ങളുണ്ട്. ഞാൻ പേര് പറയുന്നില്ല, കാരണം അവിടെയൊക്കെ ജോലി ചെയ്ത് പലരും ഉണ്ട്, അവിടെ നിന്നൊക്കെ അവധിക്ക് വന്നിരിക്കുന്നവരുണ്ട്, നിങ്ങളുടെ മക്കളും ഒക്കെ അവിടെ കുടുംബങ്ങളായിട്ടുണ്ട്, നിങ്ങളുടെ പ്രിയപ്പെട്ടവരൊക്കെ അവിടെയുണ്ട്. പക്ഷേ അവിടെ ഓർക്കണം, അന്ത്യകാലത്ത് ഒന്നിട്ട് വാക്യം ഒന്ന് വായിക്കുക. യെരമ്യാ പ്രവചനം 51 അധ്യായം 13 വാക്യം. ജെറമായ ചാപ്റ്റർ 51:13. യെരമ്യാവ് 51:13. വലിയ വെള്ളങ്ങൾക്കരികെ വസിക്കുന്നവളായി വളരെ നിക്ഷേപങ്ങൾ ഉള്ളവളെ, നിന്റെ അവസാനം നിന്നെ ഛേദിച്ചു കളവാനുള്ള അവധി വന്നിരിക്കുന്നു. അപ്പം ഇത്രയേ ഉള്ളൂ. വലിയ വെള്ളങ്ങൾക്കരികെ വസിക്കുന്നവളായി വളരെ നിക്ഷേപങ്ങൾ, അവിടെ ഈ അർത്ഥം മാത്രം എടുത്താൽ മതി. ദ വെൽത്തിയസ്റ്റ് കൺട്രീസ്, അല്ലേ? വെൽത്തിയസ്റ്റ്. ഇന്ന് ഗൾഫിലുള്ള, ഞാൻ പേര് പറയുന്നില്ല, നിങ്ങൾ ചിലർ എന്നോട് പിണങ്ങുമെന്നറിയാം, അതുകൊണ്ടാണ്. ഇന്ന് ആ രാജ്യങ്ങളൊക്കെ കണ്ട ആ കൂടെ ഒരു കൊച്ചൊരു സ്ഥലമാണ്, ഗൾഫിലെ രാജ്യങ്ങൾ അറിയാമല്ലോ, കൊച്ചു സ്ഥലമാണ്. പക്ഷേ ആ കൊച്ചു സ്ഥലത്തെ എന്തുമാത്രം അങ്ങ് മനുഷ്യനങ്ങ് ഡെവലപ്പ് ചെയ്തു. അവിടെ ചെന്ന് നിന്ന് അതൊരു പഴയ ഒരു മണലാരണ്യമാണെന്ന് ആരും പറയത്തില്ല, അല്ലേ?
എന്താണ് ദുബായ് ഒരു ഉദാഹരണം, ഞാൻ പേര് പറയത്തില്ല എന്ന് പറഞ്ഞാലും പറയാതിരിക്കാൻ നിവൃത്തിയില്ല. ഞാനത് പറയുന്നതിന് കാരണമുണ്ട്. 1984 ഞാനൊരു വർഷം ദുബായ് ജോലി, നിങ്ങൾ പലരും ദുബായ് പോകുന്നതിന് മുമ്പേ ഈ എളിയവൻ അവിടെ പോയി ജോലി ചെയ്തിട്ട് വന്നതാണ്, അത് നിങ്ങൾക്ക് പലർക്കും അറിയത്തില്ല അല്ലേ. അന്ന് പക്ഷേ ഞാൻ ദുബായിൽ പോയപ്പം അന്ന് കണ്ട ദുബായ് എന്ന് പറഞ്ഞാൽ, ഇവിടെ ദുബായ്ക്കാർ പറഞ്ഞാൽ നിങ്ങൾ ചിരിക്കും. അന്ന് ഗസേസ് എന്നൊക്കെ പറഞ്ഞ സ്ഥലത്ത് അവിടെ ഒരു ബോർഡ് റോഡ് സൈഡിൽ കാണും, കോഷൻ ക്യാമൽ ക്രോസിങ്, ഒട്ടകം കുറുകെ ചാടാൻ സാധ്യതയുണ്ട്, സൂക്ഷിക്കണം. ഇങ്ങനത്തെ സ്ഥലമായിരുന്നു അല്ലേ. അതേസമയത്ത് ഇന്ന് ആ ഏരിയയിൽ കൂടെ ഒക്കെ പോയി കഴിഞ്ഞാൽ കണ്ടാൽ തിരിച്ചറിയത്തില്ല അല്ലേ. അന്ന് ഈ പറഞ്ഞ പോലെ അന്നത്തെ ദുബായ് ഇന്നത്തെ ദുബായ്, പ്രത്യേകിച്ച് ഇപ്പോൾ ആ ദുബായിലെ ആ പുതിയ സ്ഥലങ്ങൾ, ആ മെറീന, ഈ പറഞ്ഞ പോലെ ജുമേറ സൈഡിലൊക്കെ പോകുമ്പം എന്നെ ആദ്യമായിട്ട് ആ ജുമാറ പാം അവിടെയൊക്കെ കൊണ്ട് കാണിച്ച് സാബ്രറ, ഓർമ്മയുണ്ടോയെന്ന് അറിയത്തില്ല. ഞങ്ങളെ കാറിൽ കൊണ്ട് അതെല്ലാം ചുറ്റി അന്നത്തെ ഏറ്റവും വലിയ ബുർജ് അറബ്, അതൊക്കെ കൊണ്ട് കാണിച്ചെന്ന് ഓർക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ കണ്ടിട്ട് ലോകത്തിലെ എന്താണ് വൻ അത്ഭുതങ്ങളാണ് ഇതൊക്കെ. ജുമേറ, പ്രത്യേകിച്ച് ആ മെറീന എന്നൊക്കെ പറഞ്ഞാൽ, ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പോയപ്പം ആ ജുമേറയിൽ നമ്മുടെ ഒരു വീട്ടിൽ പോയായിരുന്നു, നമ്മുടെ മോൻ്റെ വീട്ടിൽ പോയായിരുന്നു, ബോബ് ബ്രദറിൻ്റെ. അവൻ്റെ വീടിൻ്റെ മുകളിൽ നിന്നിട്ട് ആ ലുക്കൊക്കെ എന്തുവാ. അപ്പം ഞാൻ ആലോചിച്ചു, ഇത് ദൈവമേ, ഇതാണോ സ്വർഗം അല്ലേ, അതുപോലെയുള്ള. പക്ഷേ ആ സ്ഥലം ഏറ്റവും കൂടുതൽ ഞാൻ ശ്രദ്ധിക്കുകയായിരുന്നു, ഈ വന്ന് വീഴുന്ന എല്ലാം ഇപ്പം അതിനടുത്ത് ആ ജുമേറ പാമി വരെ വന്ന് വീണു. അതിൻ്റെ അർത്ഥം ഈ എത്രയൊക്കെ ഈ നിക്ഷേപങ്ങളുള്ള രാജ്യങ്ങളായാലും, ഇനി വെളിപ്പാട് പുസ്തകത്തിൽ 17-ാം അധ്യായത്തിൻ്റെ 15 വായിച്ചേ, വെളിപ്പാട് 17:15. പിന്നെ അവൻ എന്നോട് പറഞ്ഞത്, നീ കണ്ടതും വേശ്യ ഇരിക്കുന്നതുമായ വെള്ളം വംശങ്ങളും പുരുഷാരങ്ങളും ജാതികളും ഭാഷകളും അത്രേ. കണ്ടോ, നീ ഈ വെള്ളം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാമോ? അത് ഈ പറഞ്ഞ പോലെ വെൽത്ത് മാത്രമല്ല, ഇറ്റ്സ് ആക്ച്വലി അവിടെ ഒരു വാക്ക് എഴുതിയിട്ടുണ്ട്. എന്താണ് അത്? ജാതികൾ, വംശങ്ങൾ, പുരുഷാരം, ഭാഷകൾ ഒക്കെയാണ്. അപ്പോൾ ഈ ലോകത്തിൻ്റെ ഇപ്പം ആലോചിച്ച് നോക്കിയേ, ഇപ്പോൾ ഇന്ത്യയിൽ നമ്മൾ ഇന്ത്യക്കാർ മാത്രമേ ഉള്ളൂ. ഇപ്പം സൗത്ത് ഇന്ത്യ നോക്കിയാൽ കുറേ നോർത്ത് ഇന്ത്യ അതിഥിയുള്ള ആളുകൾ കുറച്ചുപേരും കൂടെ ഉണ്ട്, ഇത്രയേ ഉള്ളൂ ഇവിടെ. പക്ഷേ ഈ പറഞ്ഞ ചില രാജ്യങ്ങളിൽ ചെന്ന് അവിടെ ലോകത്തുള്ള എല്ലാ രാജ്യക്കാരും അവിടെയുണ്ട്. ഇപ്പോൾ അമേരിക്കയിൽ ചെന്ന്, ന്യൂയോർക്കിൽ ചെന്ന് ലോകത്തിലുള്ള സകല രാജ്യക്കാരും അവിടെയുണ്ട് അല്ലേ. ചില രാജ്യങ്ങളിൽ ചെന്നാൽ അവിടുത്തുകാരെ കണ്ടെത്താൻ ഇപ്പം ഇല്ല. അതിപ്പോൾ UK ചെന്നാലും ചിലയിടത്ത് തന്നാൽ സാഹിബിനെ കാണാനില്ല അല്ലേ. ഞാൻ പണ്ടൊരിക്കൽ ഈ പറഞ്ഞ പോലെ ദുബായ് ചെന്നപ്പോഴും ആദ്യം എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, ഒരിടത്ത് ചെന്നപ്പം ഞാനിങ്ങനെ അറബിയെ കാണാൻ കൊതി. എനിക്ക് ഈ കുപ്പായ ഇട്ട അറബി നോക്കിയപ്പോൾ എയർപോർട്ടിൽ ഇറങ്ങിയപ്പോൾ 1-2 അറബിയെ കണ്ടു. പിന്നെ എല്ലാം ഞാൻ നോക്കുമ്പോൾ ഈ അറബിയെ കാണാനില്ല. അപ്പം ഞാൻ എന്നെ താമസിക്കുന്ന വീട്ടിൽ, ഇവിടെ അറബിയൊക്കെ എവിടെയാണ് താമസിക്കുന്നത്? നീ ഇതൊരു അറബിയെ കണ്ടില്ല. റോഡിലോട്ട് ഇറങ്ങി, എടാ അവർ കാറെ ചീറിപ്പാഞ്ഞ് പോകുമ്പോൾ നിനക്ക് കാണാൻ പറ്റുമോ? പിന്നെ എപ്പോഴും അന്ന് ഈ മാൾസ് ഒന്നുമില്ല ഈ 84-ലൊക്കെ. പിന്നെ എങ്ങാണ്ടൊരു കടയിൽ ചെന്നപ്പം 2 അറബികൾ ഇറങ്ങി വരുന്നു. എനിക്കെന്തോ ഒരു സ്നേഹവും പോകാൻ, ദൈവമേ, ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ട് 2 അറബികളെ കണ്ടു. കാരണം അതാത് നാട്ടുകാരെ ഇപ്പം കാണാനില്ല. ഇതാണ് പല രാജ്യങ്ങളുടെ അവസ്ഥ അല്ലേ. അങ്ങനെയുള്ളിടത്ത് ഈ വെള്ളമെന്ന് പറഞ്ഞാൽ വേറൊന്നുമല്ല, എന്താണ്? ജാതികൾ, പുരുഷാരങ്ങൾ, വംശങ്ങൾ, ഭാഷകൾ അല്ലേ. ഈ വെള്ളങ്ങൾ കരിയിരിക്കുന്ന അവിടെ ഒരു സ്ത്രീയുടെ കാര്യമാണ്. അത് ബാബിലോണിനെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് അല്ലേ. ഈ ബാബിലോൺ എന്ന് പറഞ്ഞാൽ എല്ലാത്തരം മ്ലേച്ഛതയും എല്ലാത്തരവും വെൽത്ത്, എല്ലാത്തരവും സമ്പത്തും എല്ലാം വൃത്തിയുടെ ഉണ്ട്. 18-ാം വാക്യത്തിൽ, നീ കണ്ട സ്ത്രീയോ ഭൂരാജാക്കന്മാരുടെ മേൽ രാജത്വമുള്ള മഹാനഗരം തന്നെ. ഒരു വലിയ രാജ്യം സകല രാജ്യങ്ങളുടെ മേലും അങ്ങ് രാജ്യത്വം എടുക്കുന്ന പോലെയൊക്കെ നമുക്ക് തോന്നും. ഇപ്പം നമ്മൾ സൂപ്പർ പവർ എന്നൊക്കെ പറയും. ഈ സൂപ്പർ പവർ എന്നുള്ള പദങ്ങളൊന്നും ഇനി ഒത്തിരി നാൾ ഇനി പറയേണ്ടി വരത്തില്ല. അങ്ങനെ ഒരു രാജ്യവും സൂപ്പർ പവറൊന്നും, നമ്മൾ ഉദ്ദേശിക്കുന്ന രാജ്യങ്ങളൊന്നും അല്ല സൂപ്പർ പവർ. പക്ഷേ ചില രാജ്യങ്ങൾ സൂപ്പർ പവർ ആകും എന്ന് ഈ ബൈബിൾ പറഞ്ഞിട്ടുണ്ട്, അത് മറക്കരുത് അല്ലേ. ഈ വചനത്തിൽ പറഞ്ഞിരിക്കുന്ന രാജ്യങ്ങളാണ് ഇങ്ങനെയുള്ള ചില മഹാനഗരങ്ങളാകാൻ പോകുന്നത്. ഒരു പക്ഷേ ആ നഗരങ്ങൾ, ആ രാജ്യങ്ങൾ ആ തരത്തിൽ ഒരവസ്ഥയിലേക്ക് ഇതുവരെ ഇതിനോടകം വന്നിട്ടില്ലായിരിക്കും. പക്ഷേ ഇന്നല്ലെങ്കിൽ നാളെ അത് വരും. അത് വരുത്തേണ്ടത് ഈ പറഞ്ഞ പോലെ മനുഷ്യരായ നമ്മുടെ കാര്യമല്ല, അത് ദൈവം വരുത്തിക്കോളും. കാര്യം ദൈവത്തിൻ്റെ വചനത്തിൽ ലോകാവസാനത്തെക്കുറിച്ചും കർത്താവിൻ്റെ വരവിന് മുമ്പായിട്ടും ഇനി കർത്താവിൻ്റെ വരവിന് സഭ എടുത്തുകൊള്ളപ്പെടുന്നതിന് ശേഷമുള്ള അവസ്ഥകൾ വളരെ വ്യക്തമായി ബൈബിളിൽ എഴുതിയിട്ടുണ്ട്. പക്ഷെ നമ്മുടെ ഒരു ചെറിയ പ്രശ്നം, നമ്മൾ ഈ പറഞ്ഞ പോലെ നമ്മൾ എന്തിനായിട്ടാണ് കാത്തിരിക്കുന്നത്? ഞാനൊരു സിമ്പിൾ ചോദ്യം ചോദിക്കുക, നിങ്ങൾ എന്തിനായിട്ടാണ് കാത്തിരിക്കുന്നത്?
എനിക്ക് ചിലപ്പം പല ക്രിസ്ത്യാനികളോടും സംസാരിക്കുമ്പം ചിലർക്കെങ്കിലും അന്ത്യക്രിസ്തുവിന് വേണ്ടി കാത്തിരിക്കുകയാണോ എന്ന് തോന്നുന്നു. കാര്യം അവരുടെ സംസാരങ്ങളിലൊക്കെ ഏറ്റവും കൂടുതൽ അന്ത്യക്രിസ്തുവിനെ കുറിച്ചുള്ള എടാ ഹൂ കെയർസ് അബൌട്ട് ഹിം? എടാ അവൻ വരട്ടെ, അത് കർത്താവ് പറഞ്ഞ സമയത്ത് വരും. പക്ഷെ അവൻ വരുമ്പോൾ എന്തിനാണ് ഞാൻ അവനെ കാത്തിരിക്കുന്നത്? അടുത്തത് വേറെ ചിലർ പ്രത്യേകിച്ച് ഇപ്പോൾ അതിൻ്റെ ഒരു സീസണാണ്. എന്താണ്? ആലയം പണിയുമ്പം കാണിച്ചു തരാം, അവിടെ തന്നെ പണി. എടേ അവിടെ പണിയായിരിക്കും ചെയ്തിട്ട് നിൻ്റെ കാര്യം എന്താ? നീ ആലയത്തിൽ പോയിരിക്കാൻ പോന്നോ? ഷടാ, ആലയത്തിൻ്റെ കാലം കഴിഞ്ഞ് ഇന്ന് ആലയം എത്ര പേരാനൊരു സ്തോത്രം പറയും അല്ലേ? ഈ യഥാർത്ഥത്തിൽ ഇന്ന് നമ്മളെ ആലയമാക്കി അവൻ നമ്മൾ വസിക്കുന്നുവെങ്കിൽ, അല്ലേ, നമ്മൾ ഒരുമിച്ച് കൂടി വരുമ്പോൾ നമ്മുടെ ഇടയിൽ വസിക്കുന്നുവെങ്കിൽ, ഈ ഒരു ആലയത്തിൽ ദൈവം നമ്മളെ ആക്കിയിരിക്കുന്നുവെങ്കിൽ ഇതിനപ്പുറം ഇനി ഏത് ആലയമാണ് വരേണ്ടത്? നമ്മളിതിനെ ആ ആലയത്തെ പറ്റി നമ്മളിവിടെ എക്സൈറ്റഡ് ആവേണ്ടി. ഇനി അയ്യോ ബൈ ദ വേ, ഇതിനകത്ത് യഹൂദന്മാർ വല്ലതും ഉണ്ടോ? ആരും ഇല്ലേ? അല്ലല്ലേ? അല്ല, യഹൂദന്മാർ എങ്ങനെ ഇരിക്കുന്നു എനിക്കറിയത്തില്ല. എൻ്റെ കാര്യം വെളുത്ത് നല്ല സുന്ദരിയൊക്കെ ആയിരിക്കുമെന്നാണ്. ശരി, കണ്ടുള്ളവർ പറ. അപ്പോൾ യഹൂദന്മാരാരും ഇല്ലല്ലോ. അങ്ങനെ ആണെങ്കിൽ പിന്നെ നമ്മളാരാ എന്നുറക്കെ പറ. അത് POC ബൈബിളിൽ എങ്ങനെയാ? പുറജാതികൾ. ശരി, പുറജാതികളൊക്കെ ഒന്ന് കൈപൊക്കിക്കേ. യഹൂദന്മാരല്ലെങ്കിൽ പിന്നെ പുറജാതികളാണ്, അതാ നമ്മൾ. ഞാൻ ചോദിച്ചോട്ടെ, ഈ അവിടെ വരുന്ന ആലയത്തിൽ ഈ പുറജാതികൾക്ക് എന്ത് കാര്യം? പണ്ടൊരു ആലയം ഉണ്ടായിരുന്നപ്പം ജെൻറ്റൈൽസ് കോട്ടെന്ന് പറഞ്ഞങ്ങ് വെളിയിൽ അല്ലേ, അങ്ങനെ പുറംപറമ്പിൽ കിടന്ന നമ്മളാ കൃപയാൽ ദൈവം വിളിച്ച് അകത്ത് കൊണ്ടുവന്നു. പക്ഷെ അകത്ത് വരാൻ കാര്യം സ്വാഭാവിക കൊമ്പുകളായ ഇസ്രായേൽ തൻ്റെ എന്ത് ചെയ്തു? വെട്ടിക്കളഞ്ഞിട്ട് നമ്മൾ ഒരു സാധ്യതയില്ലായിരുന്നു. നമ്മളെ എന്ത് ചെയ്തു? കൃപയാൽ, ദൈവത്തിൻ്റെ കരുണയാൽ ഇതിനോട് ഒട്ടിച്ച് ചേർത്തു. ഇംഗ്ലീഷിലെ വാക്ക് ഗ്രാഫ്റ്റഡ് എന്നാണ്. ഈ ഗ്രാഫ്റ്റ് ചെയ്ത് ഒട്ടിച്ചേർത്താൽ എന്താ ഗുണം? തട്ടിക്കളഞ്ഞാൽ അത് പോവുകയും ചെയ്യും. അതുകൊണ്ട് ഈ ഗ്രാഫ്റ്റ് ചെയ്ത് ഒട്ടിച്ച് ചേർത്ത കൊമ്പുകൾ, സ്വാഭാവിക കൊമ്പുകളല്ല നമ്മൾ. ഈ ഒട്ടിച്ച് ചേർത്ത കൊമ്പുകൾ ഒരുപാട് നെകളിക്കരുത്, ഒന്ന് അടങ്ങി ഇന്നോണം, അല്ലേ? ഈ പറഞ്ഞ യഹൂദന്മാരുടെ കാര്യം എൻ്റെ കർത്താവ് നോക്കിയോളൂ. കാര്യം അവരെക്കുറിച്ച് ദൈവത്തിന് പദ്ധതിയുണ്ട്. അത് ദൈവത്തിൻ്റെ സമയത്ത് അത് ചെയ്യും. അപ്പം ഞാൻ കാത്തിരിക്കുന്ന അവിടെ ആലയം പണിയാനല്ല. അവിടെ ആലയം പണിഞ്ഞിട്ട് എനിക്ക് അവിടെ പോയി ആരാധിക്കണ്ട, അല്ലേ? ഞാനിന്ന് യഹോവ ദൈവമാം വിശുദ്ധ ജാതി നാം, അവൻ അവകാശമാം ജനം നാം എന്ന് പറഞ്ഞ അഭിമാനത്തോടെ നമുക്കിന്ന് ദൈവത്തെ സ്തുതിക്കാം, അല്ലേ? ഇനി ഇപ്പം വേറെ ചിലരും കാത്തിരിക്കുന്നു. ചുവന്ന പശു ഇതിനെ കൊണ്ടുവന്ന് എന്ത് ചെയ്യും? പശുവൊക്കെ റെഡിയായി. എന്നിട്ട് അതിൻ്റെ പടവും അതിൻ്റെ കാര്യം. ഈ ചുവന്ന പശു എന്ന് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് രോമാഞ്ചം വരുന്ന വല്ലവരും ഉണ്ടോ? എടാ ഇവിടെ ചുമന്ന ബീഫെന്ന് പറഞ്ഞാൽ നമുക്ക് പിന്നെയും മനസ്സിലാവും. ഈ ചുമന്ന പശുവിനെ അവർ അതൊക്കെ സംഭവിക്കാനുള്ളതാ. അതൊക്കെ വേദോസ്തത്തിലുണ്ടെങ്കിൽ അതൊക്കെ സംഭവിക്കും. പക്ഷെ അത് നോക്കിയിരിക്കാനല്ല നമ്മളോട് വന്നിരിക്കുന്നത്. നമ്മൾ നോക്കിയിരിക്കുന്നത് മുകളിലോട്ടാണ്. എന്തുവാ? വരുവാനുള്ളവൻ വരും, എൻ്റെ വീണ്ടെടുപ്പുകാരൻ വരുന്നു, എൻ്റെ മണവാളൻ വരുന്നു, എന്നെ ചേർക്കുവാൻ എൻ്റെ കാന്തൻ വരുന്നു, അല്ലേ? പഴയ ഭക്തന്മാരൊക്കെ അവരൊക്കെ പാടിയത് എൻ്റെ മണവാള നീ എന്ന് വരും, എന്നുമേഹേ വന്നിടുമോ പൊന്മുഖം ഞാൻ മുത്തിടാൻ, അല്ലേ? മൽപ്രിയനെ എന്നേശു നായകനെ എപ്പോൾ വരും? ഇതൊക്കെയായിരുന്നു പഴയ ഭക്തന്മാരുടെ പാട്ടും അവരുടെ പ്രസംഗങ്ങളും. ഇതൊക്കെ പറ്റിയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇന്ന് ഇങ്ങനെ എൻ്റെ മണവാളൻ എപ്പം വരുമെന്ന് മാത്രം പറയുന്നില്ല. ഇന്ന് അന്ത്യക്രിസ്തു എപ്പം വരും, ആലയമെന്ന് പണിയും, ചുവന്ന പശുവിനെ എന്ന് കറി വയ്ക്കും. ഇതൊക്കെയാണ് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്, അല്ലേ? ഇതൊക്കെ അങ്ങ് വിടാം. അതൊക്കെ കർത്താവിൻ്റെ കൈപ്പെട്ട കാര്യം. കർത്താവിൻ്റെ സമയത്ത് അതെല്ലാം നടക്കും, അല്ലേ? ഈ വചനത്തിൽ ഇതൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതെല്ലാം നടക്കും. ഇനി ഒരു കാര്യം ഓർക്കണം, കർത്താവിൻ്റെ വരവിന് ശേഷം പറഞ്ഞിരിക്കുന്ന ഒരുപാട് യുദ്ധങ്ങളും ഒരുപാട് കാര്യങ്ങളുണ്ട്. 1000 ആണ്ട് വാഴ്ചയുണ്ട്, 7 വർഷത്തെ കഠിന ഉപദ്രവമുണ്ട്, പുതിയ വാനം പുതിയ ഭൂമിയുണ്ട്. അതിന് മുമ്പായിട്ട് വേറെ ചില യുദ്ധങ്ങൾ, ഗോഗോമാഗോഗ് യുദ്ധമുണ്ട്, പിന്നെ അർമഗദോൻ യുദ്ധമുണ്ട്. ഇങ്ങനെ ഒരു വലിയ സീരീസ് തന്നെ ഉണ്ട്. പക്ഷേ എൻ്റെ ചോദ്യം, അതൊന്നും നമ്മളെ നേരിട്ട് ബാധിക്കുന്ന വിഷയങ്ങളല്ല. അതിൽ പലതും ആ യുദ്ധങ്ങളിലൊന്നും നമ്മളില്ലാന്ന് കൂട്ടിക്കോ, അല്ലേ? പക്ഷേ ഇന്നത്തെ പല വിശ്വാസികളുടെ ഇൻട്രസ്റ്റ് അതിൻ്റെ ഡീറ്റെയിൽസിലോട്ട് പോയി അതിനെക്കുറിച്ച് അങ്ങ് തർക്കമാണ്. അമേരിക്കൻ ചർച്ചസിൽ ഇപ്പം ഭയങ്കര തർക്കമാണ്. ഒരു കൂട്ടർ അത് വിശ്വസിക്കുന്ന, ഒരു കൂട്ടർ ഇത് വിശ്വസിക്കും. 2 കൂട്ടരും കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ചെളിവാരി എറിയുക. ഞാൻ ചോദിച്ചോട്ടെ, ഇവിടെ ഇതും പറഞ്ഞ് തർക്കിച്ചുകൊണ്ടിരിക്കാനാണോ നമ്മളെ വിളിച്ചിരിക്കുന്നത്? നമ്മോട് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. ഓക്കെ, നമുക്ക് ഒരു വാക്യം
പുറപ്പാട് പുസ്തകം 19 അധ്യായം 6 വാക്യം. എക്സഡസ് ചാപ്റ്റർ 19 വേഴ്സ് 6. പുറപ്പാട് പുസ്തകം 19 അധ്യായം 6 വാക്യം. നിങ്ങൾ എനിക്കൊരു പുരോഹിത രാജത്വവും വിശുദ്ധ ജനവും ആകും. ഇവ നീ ഇസ്രായേൽ മക്കളോട് പറയേണ്ടുന്ന വചനങ്ങളാകുന്നു. കണ്ടോ, ആദ്യമായിട്ട് ഇസ്രായേലിനെ എൻ്റെ ദൈവം തെരഞ്ഞെടുത്തു. ഓർത്തോണം, മനുഷ്യരാരുമല്ല തിരഞ്ഞെടുത്തത്, വോട്ടിട്ടല്ല തിരഞ്ഞെടുത്തത്. എൻ്റെ ദൈവം തൻ്റെ ജനമായി ആരെ തിരഞ്ഞെടുത്തു? ഇസ്രായേലിനെ തിരഞ്ഞെടുത്തു. പക്ഷേ ഇന്ന് നമുക്ക് 1 പത്രോസ് 2:9 വായിക്കാം. 1 Peter 2:9. 1 പത്രോസ് 2:9. ഇന്നെന്താണ്? നിങ്ങളോ അന്ധകാരത്തിൽ നിന്ന് തന്റെ അത്ഭുത പ്രകാശത്തിലേക്ക് നിങ്ങളെ വിളിച്ചവന്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ തക്കവണ്ണം തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ജാതിയും രാജകീയ പുരോഹിത വർഗവും വിശുദ്ധ വംശവും സ്വന്തം ജനവുമാകുന്നു. കണ്ടോ, ഇന്ന് നമ്മെ നോക്കിയിട്ട് നമ്മൾ കർത്താവ് പറയുന്നത് എന്തുവാ? അത് പത്രോസാണ് അത് നമുക്ക് മനസ്സിലാക്കി തരുന്നത്. നമ്മൾ ഓരോരുത്തരും എന്താണ്? പണ്ട് അന്ധകാരത്തിലായിരുന്നു, ഇന്ന് തൻ്റെ അത്ഭുത പ്രകാശത്തിലേക്ക് നമ്മളെ വിളിച്ചു കൊണ്ടുവന്നു. എന്നിട്ട് എന്ത് ചെയ്തു? എന്തിനാ കൊണ്ടുവന്നത്? അവൻ്റെ സൽഗുണങ്ങളെ ഘോഷിക്കാനാണ് കൊണ്ടുവന്നത്. ഒരു പണി നമുക്ക് തന്നിട്ടുണ്ട്. എന്താണ്? ദൈവത്തിൻ്റെ സൽഗുണങ്ങളെ ഘോഷിക്കുന്ന ഒരു കൂട്ടമാണ് നമ്മൾ. ഞാൻ ചോദിച്ചോട്ടെ, കഴിഞ്ഞ ഒരാഴ്ച നമ്മൾ ജീവിച്ചപ്പം നമ്മുടെ ജീവിതത്തിലൂടെ ആ ദൈവത്തിൻ്റെ സൽഗുണങ്ങളെ ഞാൻ ഘോഷിച്ചിട്ടുണ്ടോ? ഇനി ഘോഷിക്കാൻ ഞാനങ്ങ് പാട്ടുപാടി ഘോഷിക്കണമെന്നല്ല, എൻ്റെ ജീവിതത്തിൽ ആ സൽഗുണങ്ങൾ കണ്ടാൽ മറ്റുള്ളവർ എന്നെ കണ്ടിട്ട് എൻ്റെ ദൈവത്തെ ഘോഷിക്കും. അങ്ങനെയായിരുന്നു ബൈബിളിൽ പലപ്പോഴും, അല്ലേ? ദൈവം ചെയ്യുന്ന കാര്യങ്ങൾ കണ്ടിട്ട് ജാതികൾ പറയും, അയ്യോ അവരുടെ ദൈവമുണ്ട്, ഇത് വിശേഷപ്പെട്ടൊരു ജനമാ, അയ്യോ ഇവർ മറ്റുള്ളവരെ പോലെ അല്ല എന്ന് മറ്റുള്ളവർ നമ്മളെ കണ്ടിട്ട് എന്ത് ചെയ്യണം? അവർ ദൈവത്തെ വാഴ്ത്തണം. ഇസ്രായേൽ ജനത്തെ അന്ന് മിസ്രൈമിൽ നിന്ന് വിടുവിച്ച് അവരെ അതിശയകരമായി കടത്തി ദൈവം തന്നെ അവരെ വഴി നടത്തി കൊണ്ടുപോയത് എന്തിനാണെന്നറിയാമോ? ഗോഡ് വാണ്ടഡ് ടു കീപ് ദം ആസ് എ ഡെമോൺസ്ട്രേഷൻ പ്രോജക്റ്റ് സോ ദാറ്റ് അതേഴ്സ് ക്യാൻ സീ. അല്ലേ? മറ്റുള്ള ജാതികൾ, ചുറ്റുമുള്ള ജാതികൾ നോക്കിയിട്ട് ഇത് തനിച്ച് വാർക്കുന്നൊരു ജനം, ഇവർ മറ്റുള്ളവരെ പോലെ അല്ല, ഇവർ ദൈവത്തിൻ്റെ സ്വന്തം ജനമാണ് എന്ന് മറ്റുള്ളവർ ഇവരെക്കുറിച്ച് സാക്ഷ്യം പറയണമായിരുന്നു. പക്ഷേ ഈ പറഞ്ഞ ഡെമോൺസ്ട്രേഷൻ പ്രോജക്റ്റിൻ്റെ പ്രശ്നം എന്തായിരുന്നു അറിയാമോ? ഇവർ ചുറ്റും നോക്കുമ്പോഴെല്ലാം ജാതികളെ കാണും. അവർ കണ്ടപ്പം അയ്യോ അതെന്തിര്, നിങ്ങൾക്ക് അയാളെന്തിര്? ഞങ്ങളുടെ രാജാവാ, ഞങ്ങൾക്ക് മാത്രം ഞങ്ങൾക്ക് രാജാവ് വേണം. കണ്ടോ, ഇവരെന്തെങ്കിലും ചുറ്റുപാടുമെന്ന് കണ്ടാൽ ഇവർക്കും വേണം. ഈ നമ്മുടെ പിള്ളേർക്കൊരു സോക്കേടുണ്ട്, വീട്ടിൽ എന്ത് കൊടുത്താലും തിന്നത്തില്ല, വല്ല വീട്ടിൽ ചെല്ലുമ്പം ആ കാണുന്നത് വേണം എന്ന് പറയുന്ന പോലെയാണ് നമ്മളിന്ന് ദൈവമക്കളും. നമുക്ക് ദൈവം തന്നിരിക്കുന്ന പദവികൾ, ആ പൊസിഷൻ അല്ലേ, അതിൽ നമ്മൾ തൃപ്തരല്ല. നമുക്കെന്താണ്? ജാതികൾ. അതാണ് ഇസ്രായേൽ ജനത്തോടൊപ്പോഴൊക്കെ നമ്മൾ നല്ല പിച്ചു കൊടുത്തിട്ട് മിണ്ടിപ്പോല് വീട്ടിൽ വരുമ്പോൾ തരും എന്ന് പറഞ്ഞാൽ ദൈവം അപ്പോഴെപ്പോഴും ഇസ്രായേൽ മക്കൾ ഒരു പിച്ചു കൊടുത്തിട്ട് ജാതികളുടെ വഴി കണ്ടു പഠിക്കരുത്. മനസ്സിലായോ? ഇതൊക്കെ തന്നെയാണ് ദൈവം പറഞ്ഞത്. പക്ഷേ എത്ര കിഴക്ക് കിട്ടിയാലും എന്താണ്? നമ്മൾ പഠിക്കത്തില്ല. നമ്മൾ പിന്നെയും ഇനി ഞാൻ ഒന്ന് ചോദിക്കട്ടെ, ഈ പറയുന്ന നമ്മൾ ഈ വിശുദ്ധ സഭയല്ലേ ഇവിടെ ഇരിക്കുന്നത്? ജാതികളുടെ ഏതൊക്കെ ആചാരങ്ങൾ നമ്മൾ കൃത്യമായിട്ട് പാലിക്കുന്നുണ്ടെന്ന് ഒന്ന് എണ്ണി പറയാമോ? വീട് വെച്ചപ്പം പാല് കാച്ചിയോ ഇല്ലയോ? മിൽമ പാലായിരുന്നോ കറുത്ത പശുവിൻ്റെ വെളുത്ത പാലായിരുന്നോ? അത് പാല് തിളച്ച് എങ്ങോട്ടാണ് തൂവിയത്? ശരി, വീടിന് കല്ലിട്ടപ്പം കഴിഞ്ഞ ആഴ്ച ഞാനും ഒരു കല്ലിട്ടു. ഓക്കെ, ഇവിടുത്തെ ഒരു കുടുംബമാണ്. ഓക്കെ, അത് കല്ലങ്ങോട്ട് വെച്ചിട്ട് എന്ത് ചെയ്യണം? ആ ചാന്ത അങ്ങോട്ടിട്ട് കല്ലങ്ങോട്ട് വെച്ചിട്ട് ആ ചുറ്റി അങ്ങോട്ട് കയ്യിലോട്ട് തരുമ്പം എന്ത് ചെയ്യണം? ഒരടിയല്ല 3 അടി അടിക്കണം. ഞാൻ ചോദിച്ചു, ഇതെന്തിനാ 3 അടി? പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്. അതിന് വരെ നമ്മൾ വ്യാഖ്യാനം ഉണ്ടാക്കി വെച്ചു. മൂലക്കല്ലിട്ടേച്ച് അതേ ചുറ്റിയെടുത്ത് ആരെങ്കിലും ഇനി അടിക്കുന്നെങ്കിൽ അടിച്ചോണം, 1 അടിച്ച് നിർത്തിക്കളി, 2 അടിച്ചാൽ പോയി അല്ലേ, 3 അടി അടിച്ചേക്കണം. ഇതുപോലെ നമ്മൾ ജാതികളുടെ ഒരുപാട് വഴി കണ്ട് നമ്മൾ പഠിച്ചു വെച്ചിട്ടുണ്ട് അല്ലേ. പോട്ടെ, ഇതൊക്കെ മൈനർ കാര്യമാണെന്ന് നമ്മൾ പറയാം. പക്ഷേ ഇവരുടെ പ്രശ്നം അതല്ല. ജാതികളുടെ സകല മ്ലേച്ഛതയും അവർ ഇങ്ങോട്ട് കടമെടുത്തു. ജാതികളെ പോയി അവരുമായിട്ട് ഇണയില്ല, കൂടരുത്. പക്ഷെ അവിടുത്തെ പെണ്ണുങ്ങളെ കണ്ട ഓടാൻ ഇവന്മാർക്ക് കെട്ടണം. അവസാനം കെട്ടി ഒരു വർഷം നമ്മുടെ ഒരു മന്ത്രി പറഞ്ഞ പോലെ എനിക്ക് 5000 വരെ ആവാമെന്ന് പറഞ്ഞ പോലെ അതിനെക്കാട്ടിലും വെല്ലുന്നൊരു പാർട്ടി. ദൈവം ചോദിക്കുക, നിനക്ക് എന്തോന്നിൻ്റെ കുറവാടേ?
എനിക്ക് ഞാൻ തരാത്തതായിട്ട് എന്തോ ഉള്ളേ അല്ലേ? അവസാനം പുള്ളിക്ക് ഈ ദൈവം കൊടുക്കുന്നത് പോരാ, ഇയാൾക്ക് ഇനിയും വേണം. അവസാനം പോയി അവസാനം എന്ത് പറ്റിയെന്നറിയുമോ? ഇവളുമാരെല്ലാം കൂടെ ഇവനെ കൊണ്ടുപോയി അവരുടെ ദേവന്മാരുടെ മുമ്പേ കൊണ്ട് ഇങ്ങനെ പോയി നിന്നു. ആരാ പോയി നിന്നത്? ദാവീദിൻ്റെ മകനായ ശലോമോൻ അന്യദേവന്മാരുടെ മുമ്പിൽ പോയി കുമ്പിട്ട് നിന്നു. ആരാ കൊണ്ട് അങ്ങനെ നിർത്തിച്ചത്? ജാതികളുമായി ഇണയില്ല പിണ കൂടരുതെന്ന് ദൈവം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കാരണമുണ്ട് പ്രിയപ്പെട്ടവരെ. ഇന്ന് ഞാനും നിങ്ങളും ഇങ്ങനെ പതുക്കെ ഇണയില്ല പിണ കൂടി തുടങ്ങിയാൽ നാളെ നമ്മുടെ മക്കൾ പൂർണ്ണമായിട്ട് പോയി ഇങ്ങനെ പോയി എവിടെയെങ്കിലും നിൽക്കും. അങ്ങനെ നിൽക്കാതിരിക്കണമെങ്കിൽ ഇന്ന് നമ്മൾ ആ വിശുദ്ധിയും വേർപാട് ഇന്ന് പാലിച്ചോണം. അതിൻ്റെ ഫലം ഒരുപക്ഷെ ഇന്ന് ഒരു അല്പം പ്രയാസമായിട്ടൊക്കെ തോന്നും, അതിനകത്ത് വലിയ കാര്യമുണ്ടോ എന്നൊക്കെ നമുക്ക് തോന്നും. പക്ഷേ നാളെ നമ്മുടെ തലമുറ ഈ ദൈവത്തെ സേവിക്കണമെന്നുണ്ടെങ്കിൽ ഇന്ന് ഞാനും നിങ്ങളും ആ വേർപാട് പാലിക്കണം. ആ വിശുദ്ധ ജീവിതത്തിന് നമ്മൾ വില കൊടുത്ത് നമ്മൾ അങ്ങനെ ഒരു ജീവിതം ജീവിക്കണം പ്രിയപ്പെട്ടവരെ. ആ ജീവിതം നയിക്കുവാൻ നമ്മുടെ കുഞ്ഞുങ്ങളെയും എല്ലാം എന്ത് ചെയ്യണം? നമ്മൾ അവരെ പ്രോത്സാഹിപ്പിക്കണം. ചിലപ്പോഴെങ്കിലും അത് വെറും പ്രോത്സാഹനമല്ല, അല്പം ഒന്ന് പ്രഷർ ഇട്ട് തന്നെ അവരെന്ത് ചെയ്യണം? ആ വചനത്തിൻ്റെ വഴിയിൽ നമ്മൾ അവരെ നിർത്തണം പ്രിയപ്പെട്ടവരെ. ഇന്ന് ഈ കുഞ്ഞുങ്ങളെ, അടുത്ത തലമുറയെ നമ്മൾ അഴിച്ചു വിട്ടിരിക്കുന്ന ഒരു രീതി കാണുമ്പം എനിക്ക് വളരെ ഭയമുണ്ട്. ഞാൻ വളരെ ദൈവസന്നിധിയിൽ നടുക്കത്തോടാണ് പറയുന്നത്. ഇന്ന് പലരും നമ്മൾ കുഞ്ഞുങ്ങളെ വളർത്തുന്ന രീതി കണ്ടിട്ട് എനിക്ക് ഭയം തോന്നുന്നു. ഞാൻ കണ്ണീരോടുകൂടി പറയാം, കുഞ്ഞുങ്ങളെ വളർത്തുന്ന കണ്ടിട്ട് ഭയം തോന്നുന്നു. അവിടെ നാളെ ആ കുഞ്ഞുങ്ങൾ നിത്യതയിൽ കാണപ്പെടണമെന്നുണ്ടെങ്കിൽ ദയവായി ഇന്നേ നിങ്ങൾ മാതൃകയോടെ ജീവിക്കുക. ഞാൻ 2 ദിവസം മുമ്പ് ഒരു കുഞ്ഞിനെ ചെന്നപ്പോൾ ഞാൻ ഒരു ബർത്ത്ഡേ പാർട്ടിക്ക് ഞാൻ പറഞ്ഞു ചിൽഡ്രൻ ആർ വാട്ട് ദേ സീ. എന്താണ്? കുട്ടികൾ ആരാവുമെന്ന് കണ്ടാൽ അവർ പഠിച്ചിട്ടല്ല അവരാവുന്നത്, അവർ കണ്ടാണ് ആവുന്നത്. എന്താണ് അവർ കാണുന്നത്? വീട്ടിൽ അപ്പനെയും അമ്മയാണ് ആദ്യം കാണുന്നത്. അവർക്ക് കാണാൻ വീട്ടിലൊരു അപ്പനും അമ്മയും ഉണ്ടാവണം. അപ്പനും അമ്മയും തമ്മിലുള്ള ബന്ധം, അവർ തമ്മിലുള്ള സ്നേഹം, അവർ തമ്മിലുള്ള വിട്ടുവീഴ്ചകൾ, അവർ തമ്മിലുള്ള കരുതൽ, അവർ തമ്മിലുള്ള സഹായം, ഇത് വേണം ഒരു കുഞ്ഞ് കണ്ടുപഠിക്കാൻ. ഇതാണ് ആ കുഞ്ഞിനെ നാളെ ഷേപ്പ് ചെയ്യുന്നതെന്നുള്ള കാര്യം മറക്കരുത്. ഇത് മാതാപിതാക്കളെ, നിങ്ങളോടൊരു വാക്ക്, നിങ്ങളുടെ കുഞ്ഞുങ്ങൾ എന്താണ് നിങ്ങളെ വീട്ടിൽ കാണുന്നത്? നിങ്ങളെ എങ്ങനെയാണ് അവർ കാണുന്നത്? നിങ്ങളുടെ വീട്ടിൽ ലവ് ഉണ്ടോ? സ്നേഹമുണ്ടോ? നിങ്ങളുടെ വീട്ടിൽ അന്യോന്യം ആ റെസ്പെക്റ്റ് ഉണ്ടോ? ആ ബഹുമാനം കൊടുക്കുന്നുണ്ടോ? നിങ്ങളുടെ വീട്ടിൽ പ്രാർത്ഥനയുണ്ടോ? ഉണ്ടെങ്കിൽ ആ കുഞ്ഞും പ്രാർത്ഥിക്കും. നിങ്ങളുടെ വീട്ടിൽ ഈ പറഞ്ഞ പോലെ ദൈവികമായ എന്തെല്ലാം കാര്യങ്ങളുണ്ടോ അത് ആ കുഞ്ഞിൻ്റെ ഉള്ളിൽ എന്താണ്? അതങ്ങ് സ്പോഞ്ച് പോലെ അതങ്ങ് ഒപ്പിയെടുക്കും. പക്ഷേ അതില്ലാത്തൊരു വീട്ടിലാണ്, അതായത് ഒരു അൺഗോഡ്ലി അറ്റ്മോസ്ഫിയറിൽ നിങ്ങൾ കുഞ്ഞിനെ വളർത്തിയിട്ട് നാളെ എക്സ്പെക്റ്റിംഗ് ദാറ്റ് ചൈൽഡ് ടു ബിക്കം എ സെയിൻറ്റ് ഈസ് ഇംപോസിബിൾ. എന്താണ്? ദൈവികമല്ലാത്ത ഒരു ചുറ്റുപാടിൽ നിങ്ങൾ വീട്ടിൽ കുഞ്ഞിനെ വളർത്തിയിട്ട് നാളെ അവൻ വളർന്നു വരുമ്പോൾ ഒരു വലിയ ഭക്തനായിട്ട് മാറുമെന്ന് പറഞ്ഞാൽ ഒരിക്കലും ഉണ്ടാകത്തില്ല. ഇന്നേ ആ കുഞ്ഞിനെ അങ്ങനെ വളർത്തണം. ഞാൻ അല്പം വഴി വിട്ടുപോയെന്ന് എനിക്കറിയാം. ഓക്കെ, അപ്പോൾ ഇവിടെ ദൈവം ഇസ്രായേലിനെ നേഷൻ എന്ന് പറഞ്ഞ് വിളിച്ചു. പക്ഷേ പുതിയ പറ്റി വരുമ്പോൾ പത്രോസ് പറയുന്നു, നോ, ഇറ്റ്സ് നോ മോർ എ സിംഗിൾ നേഷൻ ബട്ട് ഓൾ ദ നേഷൻസ് ഓഫ് ദ വേൾഡ്. ലോകത്തെ എല്ലാ രാജ്യങ്ങളെയും ചേർത്ത് തനിക്കായിട്ടൊരു ഒരു വംശമാക്കി തീർത്തു. അപ്പം ഇവിടെയാണ് അപ്പോസ്തലപ്രവൃത്തിയിൽ 10-ാം അധ്യായത്തിൻ്റെ 34-35 വാക്യത്തിൽ, അപ്പോസ്തലപ്രവൃത്തി 10-ാം അധ്യായത്തിൽ കൊർന്നല്യോസിൻ്റെ വീട്ടിൽ പത്രോസ് പോകുമ്പോൾ അവിടെ ദൈവം ചെയ്ത പ്രവൃത്തി കണ്ടപ്പം പത്രോസ് എഴുന്നേറ്റുന്നൊരു കാര്യം അങ്ങ് പറഞ്ഞു. അപ്പോൾ പത്രോസ് വായി തുറന്ന് പറഞ്ഞു തുടങ്ങിയത്, ദൈവത്തിന് മുഖപക്ഷമില്ല. അപ്പം ദൈവം മോളിൽ ഇരുന്നുകൊണ്ട് പറഞ്ഞാണ്. ഇപ്പം മനസ്സിലായല്ലേ പത്രോസേ? നിൻ്റെ അടുത്ത് പോകാൻ പറഞ്ഞപ്പോൾ എന്തോ ഒരു പ്രശ്നമായിരുന്നു അല്ലേ? ഈ പത്രോസിനെ ഒന്ന് ഓടിച്ച് ഇവിടം വരെ കൊണ്ടുവരാൻ വേണ്ടി ദൈവം പട്ട പാട് ദൈവത്തിന് അറിയാം. തല്ലിക്കൊന്നാ പത്രോസ് പോകത്തില്ല. അങ്ങനെ അല്ല കർത്താവേ. വിളിക്കുന്ന എന്താ? കർത്താവേ. എന്താണ് പറയുന്നത്? അങ്ങനെ അല്ല. അപ്പോൾ ആരാ കർത്താവ് ഇതിനകത്ത്? ഇപ്പം ഇതാ നമ്മുടെ നോട്ട് സോ ലോഡ് അല്ലേ? ബൈബിൾ 2 അങ്ങനെയുള്ളത്. നോട്ട് സോ ലോഡ്. വിളിച്ചെന്താ? ലോഡ്. എന്താ പറയുന്നത്? നോട്ട് സോ. അങ്ങനെയല്ല. നിനക്കറിയത്തില്ല. അവിടെ സ്വർഗത്തിൽ ജാതിയും മതമൊന്നുമില്ല. ഇവിടെ അതൊക്കെയുണ്ട്. നമ്മൾ യഹൂദരല്ലേ, അവർ ജാതികളാണ്. അവിടെയൊന്നും പോകാൻ പാടില്ല. ദൈവത്തിന് അങ്ങോട്ട് ക്ലാസ് എടുത്ത് കൊടുക്കുക അല്ലേ? ഈ ദയവേത് ദൈവത്തിന് ക്ലാസ് എടുക്കുന്നതോടുന്ന ഭക്തന്മാരൊക്കെ ഒന്ന് നിർത്തിയേക്കണം. ദയവായി ദൈവം ഇങ്ങോട്ട് പറയുന്നത് കേട്ടാൽ മതി, അങ്ങോട്ട് ദയവേത് പഠിപ്പിക്കാൻ പോകണ്ട. പക്ഷേ
ഈ ജാതീയനായ കൊർന്നല്യോസിൻ്റെ വീട്ടിൽ വന്ന് അവരവിടെ ദൈവസന്നിധിയിൽ ഇങ്ങനെ ഇദ്ദേഹത്തിനെ ഇദ്ദേഹത്തിന് വായിന്ന് വീഴുന്നത് ഇങ്ങനെ കേട്ടിങ്ങനെ ഇരുന്നപ്പം പെട്ടെന്ന് ഇദ്ദേഹത്തിന് കൊള്ളാം. ഇവർ ജാതികൾ എന്ന് പറഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെയല്ല, അവർ നല്ല പണക്കാരും നല്ല സമൂഹത്തിൽ നല്ല സ്ഥാനമൊക്കെ ഉള്ളവരാണ് ഈ ജാതികൾ. അപ്പോൾ ഉപദേശിക്ക് ഇവരെ കണ്ടപ്പോൾ ഒരു ഇഷ്ടമായി. കാരണം ഇവരൊക്കെ വലിയ ബിസിനസ്സുകാരും വലിയ വലിയ സ്ഥാനത്തിരിക്കുന്നവരൊക്കെയാണ്. പോകുമ്പോൾ നല്ലൊരു സ്വത്രാഴ്ച കിട്ടും. ആ പുള്ളി എഴുന്നേറ്റ് നിന്ന് അങ്ങോട്ട് എന്ത് ചെയ്തു, ഒരു നല്ല പ്രസംഗം പ്രസംഗിച്ചു. വായ് തുറന്ന് പറഞ്ഞു തുടങ്ങിയത്, ദൈവത്തിന് മുഖപക്ഷം ഇല്ല എന്നും ഏതു ജാതിയിലും അവനെ ഭയപ്പെട്ട് നീതി പ്രവർത്തിക്കുന്നവനെ അവൻ അംഗീകരിക്കുന്നു എന്നും ഞാൻ ഇപ്പോൾ കണ്ടോ. അപ്പോൾ ഇത്രയും നാൾ ഇയാൾക്ക് വിശ്വാസമില്ലായിരുന്നു. ഇനി നമുക്കെന്നാ ഇത് ബോധ്യപ്പെടുന്നത്? 5 നേരം ഈ പറഞ്ഞ പോലെ അള്ളാഹു അക്ബർ എന്ന് വിളിച്ച് നിസ്കരിക്കുന്ന ഒരു മുസ്ലിം നിങ്ങളുടെ അടുത്തുണ്ടെങ്കിൽ അവനറിയുന്ന ദൈവത്തെ വിളിക്കുന്നു, 5 നേരം വിളിക്കുന്നു. നിങ്ങൾ പോത്ത് പോലെ ഉറങ്ങുമ്പോൾ ആദ്യത്തെ വാങ്ക് വിളിച്ചു കഴിഞ്ഞു. ഞാനൊരു മുസ്ലിം പള്ളിയുടെ അടുത്താണ് താമസിക്കുന്നത്, ഓർത്തോണം അല്ലേ. കഴിഞ്ഞ ദിവസങ്ങളിൽ പെരുന്നാളിന് മുമ്പ് എത്ര ദിവസം അവരെന്ത് ചെയ്തു? അവർ പകൽ മുഴുവൻ ഭക്ഷണം ഉപേക്ഷിച്ച് അവർ ഉപവസിച്ചു എന്ന് വേണേൽ പറയാം. ശരിയല്ലേ? അവരീ പറഞ്ഞ സക്കാത്ത് കൊടുക്കുന്നു, അവർക്കറിയുന്ന കാര്യങ്ങൾ അവർ ചെയ്യുന്നു അല്ലേ. പക്ഷേ ഓർക്കണം, ഇതുപോലെ ലോകത്ത് അനേകർ ഇതുപോലെ അവർ നിഷ്കളങ്കമായിട്ടൊക്കെ അവർ വിളിക്കുന്നുണ്ട്, ദൈവമേ എന്നൊക്കെ തന്നെയാണ് വിളിക്കുന്നത്. അങ്ങനെയുള്ളവർക്ക് ദൈവം സത്യം വെളിപ്പെടുത്തി കൊടുക്കാതിരിക്കുമോ എൻ്റെ ചോദ്യം. പക്ഷേ ആ സത്യം വെളിപ്പെടുത്തി കൊടുക്കാൻ ദൈവം ഭൂമിയിൽ വെച്ചിരിക്കുന്നത് ആരെയാ? എന്നെയും നിങ്ങളെയാ പ്രിയപ്പെട്ടവരെ. അപ്പോൾ ഈ ദിവസങ്ങളിൽ നമ്മുടെ കണ്ണൊന്ന് തുറക്കണം. അവിടെ ആ ജാതിയൻ്റെ വീട്ടിൽ ചെന്നിട്ട് ഏത് ജാതിയിലും അവനെ ഭയപ്പെട്ട് നീതി പ്രവർത്തിക്കുന്നവനെ അവൻ അംഗീകരിക്കുന്നു. നീതി പ്രവർത്തിക്കുന്നവനെ ദൈവം അംഗീകരിക്കുന്നു. അതുകൊണ്ടാണ് ഈ പറഞ്ഞ കൊർന്നല്യോസിനോട് ഒരു ദൂതൻ വന്നിട്ട് എന്താ പറഞ്ഞേ? എടാ കൊർന്നല്യോസേ, നിൻ്റെ പ്രാർത്ഥനയും നിൻ്റെ ദാനധർമ്മവും അങ്ങ് വന്നു. അപ്പോൾ ആലോചിച്ച് നോക്കണേ. പക്ഷേ യേശുവിനെ അറിഞ്ഞിട്ടില്ല, രക്ഷിക്കപ്പെട്ടിട്ടില്ല, ഈ പറഞ്ഞ സ്നാനപ്പെട്ടിട്ടില്ല, ഈ പറഞ്ഞ അന്യഭാഷ പറയുന്ന ആളല്ല. പക്ഷെ അയാൾ ആത്മാർത്ഥമായിട്ട് അയാൾ ദൈവമേ എന്ന് പറഞ്ഞ് ആരാധിക്കുന്നു. അയാൾ ഒത്തിരി ദാനധർമ്മം ചെയ്യുന്നു, പ്രാർത്ഥിക്കുന്നൊരു മനുഷ്യനാണ് അല്ലേ. പക്ഷേ ദൈവം പറയുക, ദൂതനയച്ച് പറയാൻ, അവൻ്റെ പ്രാർത്ഥന ഇങ്ങ് വന്നു, അവൻ്റെ ദാനധർമ്മം ഇങ്ങ് വന്നു. ഇതിനകത്തൊക്കെ ഒത്തിരി സത്യമുണ്ട് പ്രിയപ്പെട്ടവരെ. ഞാൻ ഈ ദിവസങ്ങളിൽ ദൈവരാജ്യത്തെ പറ്റി പഠിപ്പിച്ചപ്പോഴാണ് ഇതിൻ്റെയൊക്കെ അർത്ഥം കുറച്ചുകൂടെ എനിക്ക് മനസ്സിലാവുന്നത്. ദൈവരാജ്യം, ദ കിങ്ഡം ഓഫ് ഗാഡ് ഈസ് മച്ച് ബിഗർ ദാൻ യു തിങ്ക്. ഇനിയും അനേകർ ഈ കർത്താവിനെ അറിയാനുണ്ട് പ്രിയപ്പെട്ടവർ. അവർ പ്രാർത്ഥിക്കുന്നവർ, അവരെവിടേക്കോ വരുന്നു പ്രാർത്ഥിക്കുന്നു, അവരൊരുപാട് നല്ല പ്രവൃത്തികൾ ചെയ്യുന്നു. യേശു അവർക്ക് വേണ്ടി മരിച്ചു എന്ന് അവരൊരു പക്ഷേ അറിയാതിരിക്കുന്നു. ആ യേശു മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് ഇനി നമുക്ക് വേണ്ടി വരുന്നു എന്ന് നമ്മളൊരു പക്ഷേ അറിയാതിരിക്കുന്നു. പക്ഷേ അത് അവരറിയാതിരിക്കുന്നതിന് കാരണം ദൈവം അവർക്ക് വെളിപ്പെടുത്തി കൊടുക്കാത്തതല്ല, അവരോട് പോയി ഇതാരും പറഞ്ഞിട്ടില്ല. സഭയെ ഉപദ്രവിക്കാനായിട്ട്, ദ്രോഹിക്കാനായിട്ടൊരു മനുഷ്യൻ അനുവാദം മേടിച്ച് അധികാരവുമായിട്ട് പുറപ്പെട്ടു വന്നു. അവൻ വരുന്ന വഴിക്ക് ദൈവം അങ്ങ് ഡീൽ ചെയ്ത് എന്താണ്, ദമസ്കോസിൻ്റെ പടിവാതിൽക്ക് വെച്ച് അവനെ തട്ടി അവിടെ ഇട്ടു. എല്ലാം പേടിച്ച് കയറി കതോടച്ച് ഇരിക്കുക. അവസാനം ഇവനെ ഒന്ന് വഴി കാണിച്ചു കൊടുത്ത് നടത്തി അവനെ സ്നാനപ്പെടുത്താൻ ഒരാളിനെ വേണം. അപ്പോൾ ദൈവം അന്വേഷിക്കുക, എല്ലാവരും കയറിപ്പൂട്ടിയിരിക്കുകയല്ലേ. അവസാനം അവിടെ ഒരു ശിഷ്യനെ കണ്ടുപിടിച്ചു. ആരാണ് പേര്? അനന്യാസ്. അവനെ ചെന്ന്, അനന്യാസേ, അവൻ പേടിച്ച് മുട്ടുമെന്ന് ഇങ്ങനെ പ്രാർത്ഥിക്കുക അവൻ്റെ തല പോകാതിരിക്കാൻ വേണ്ടി. ചെല്ല് നോട്ട് ഒരുത്തൻ അവിടെ വന്ന്, അവിടെ പുള്ളി എന്താണ്, നോട്ട് സോ ലോഡ്, എന്താണ് പുള്ളി എന്താ പറയുന്നത്? അങ്ങനെ അല്ല കർത്താവേ, അവനെ നിനക്ക് അറിഞ്ഞുകൂടാ, അവൻ നമ്മുടെ ശത്രുവാ. അവൻ ഏത് പാർട്ടിക്കാരെന്നറിയാം? മറ്റേ പാർട്ടിയാ, നമുക്കെതിരെ വരുന്നവനാ. അവിടെ ദൈവം എന്തോ പറഞ്ഞതെന്നറിയാം, എടാ എന്തുമായിരിക്കാനെ വിളിച്ചല്ലേ, എടാ അവൻ പ്രാർത്ഥിക്കുന്നു, നീ ചെല്ല്. ഇന്ത്യയിൽ അനേകർ പ്രാർത്ഥിക്കുന്നു, അവിടെ എവിടെയെങ്കിലും ഇരുന്ന്, മലകളുടെ മണ്ടയിലായിരിക്കാം, ചിലപ്പോൾ ഗുഹകളിലായിരിക്കാം, പ്രാർത്ഥിക്കുന്നു. സാധു സുന്ദർ സിംഗ് അറിയാമോ, ടിബറ്റിലോട്ട് പോകാൻ വേണ്ടി ഹിമാലയത്തിൽ കടന്നു പോയപ്പം അദ്ദേഹം അവിടെ പല ഗുഹകളിലും പലരും ഇരുന്ന് പ്രാർത്ഥിക്കുന്നു. എത്രയോ മഹർഷിമാരിരുന്ന് പ്രാർത്ഥിക്കുന്നു, 5 നേരം പ്രാർത്ഥിക്കുന്നു, എത്രയോ പേര് നിഷ്കളങ്കരായി പ്രാർത്ഥിക്കുന്നു. പക്ഷേ
അവർ ഈ യേശുവിലൂടെയുള്ള രക്ഷ അവർക്ക് അറിയത്തില്ല. അതെന്തുകൊണ്ട് അറിയത്തില്ല എന്ന് വെച്ചാൽ ഒറ്റ കാരണമേ ഉള്ളൂ, അവരോട് ആരും പോയി പറഞ്ഞില്ല. എന്താണെന്നറിയത്തില്ല, ദൈവത്തിൻ്റെ ആത്മാവ് അത് എന്നെ ഉള്ളിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അപ്പം ഇവിടെ അതുകൊണ്ടാണ് മത്തായി 28:19 കർത്താവ് നമ്മോട് കൽപ്പിച്ച കൽപ്പന എന്താ? ആകയാൽ നിങ്ങൾ പുറപ്പെട്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ സ്നാനം കഴിപ്പിച്ച് ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാൻ തക്കവണ്ണം ഉപദേശിച്ചുകൊണ്ട് സകല ജാതികളെയും ശിഷ്യരാക്കിക്കൊള്ളുവിൻ. So that's why Christ has commanded us to go and preach the gospel to all nations. All nations. ഇനി റോമാലേഖനം 10:12 പൗലോസിന് ആ ബോധ്യം കിട്ടി. അതുകൊണ്ടാണ് താൻ പറയുന്നത്, യഹൂദനെന്നും യവനനെന്നും വ്യത്യാസമില്ല, എല്ലാവർക്കും കർത്താവ് ഒരുവൻ തന്നെ, അവൻ തന്നെ വിളിച്ചപേക്ഷിക്കുന്ന ഏവർക്കും നൽകുവാൻ തക്കവണ്ണം സമ്പന്നനാകുന്നു. എപ്പോഴാണ് അവസാനം വരുന്നത്? യേശു എന്നെ പറഞ്ഞിട്ടുണ്ട്. മത്തായി 24:14 പറയുന്നു, രാജ്യത്തിൻ്റെ ഈ സുവിശേഷം സകല ജാതികൾക്കും സാക്ഷ്യമായി ഭൂലോകത്തിലൊക്കെയും പ്രസംഗിക്കപ്പെടും. എൻ്റെ ചോദ്യം, ആ സുവിശേഷം ലോകത്തിലൊക്കെയും സാക്ഷ്യമായി പ്രസ്താവിക്കേണ്ടത് ദൈവസഭയാണ്. എത്ര പേർക്ക് അത് മനസ്സിലായി? ഇനി ചോദ്യം, വാട്ട് ഈസ് ദ ചേർച്ച് ഡൂയിങ്? നമ്മൾ കെട്ടിടവും പണിഞ്ഞ് നമ്മൾ ഈ പറഞ്ഞ പോലെ ഞായറാഴ്ച നല്ല ആരാധനയും കൂടി ചോറുകൊണ്ട് സന്തോഷമായിട്ട് ഇങ്ങനെ ഇരിക്കുക. വീട്ടിൽ പോയി ഇനി യൂട്യൂബൊക്കെ കണ്ട് 4 പേർക്ക് അങ്ങോട്ട് അയച്ചും കൊടുത്ത്. നിങ്ങൾ ഇന്ന് വരെ യൂട്യൂബിലൊരു പ്രസംഗം ഒരു അവിശ്വാസിക്ക് അയച്ചു കൊടുത്തിട്ടുണ്ടോ? ആലോചിച്ച് നോക്കിയേ. നിങ്ങളിപ്പോൾ എന്നെ കാണുമ്പോൾ പലരും, ഞാൻ ഒത്തിരി പേർക്ക് അയച്ചു കൊടുത്തു, എൻ്റെ കേട്ടവർക്കെല്ലാം ഭയങ്കര സന്തോഷമായിരുന്നു, എൻ്റെ കസിൻസിനൊക്കെ ഇഷ്ടമാണ്, എൻ്റെ അങ്കിള് അങ്ങും അവിടെ നിന്ന് യേശുവിനെ അറിയാത്തൊരു കൂട്ടുകാരിക്ക് നിങ്ങൾ അയച്ചു കൊടുത്തോ? യേശുവിനെ അറിയാത്ത ഒരാൾക്കാരന് ഒരു കൊളീഗിന് അയച്ചു കൊടുത്തിട്ടുണ്ടോ? ഇനി ഞാൻ ചോദിച്ചോട്ടെ, ഇത് അയച്ചു കൊടുക്കുകയല്ല ചെയ്യേണ്ടത്, നിങ്ങൾ പറയണം. രാജ്യത്തിൻ്റെ ഈ സുവിശേഷം സാക്ഷ്യമായി സകല ജാതികളോടും പോയി പറയണം. അപ്പോൾ അവസാനം വരും. ഇപ്പോൾ മനസ്സിലായോ? ആമേൻ കർത്താവായ യേശുവേ വേഗം വരണമേ എന്ന് അല്ലേലി അവിടെ പറയാത്തതിൻ്റെ കാര്യം എന്താണെന്ന് മനസ്സിലായോ? രാജ്യത്തിൻ്റെ ഈ സുവിശേഷം സാക്ഷ്യമായി എല്ലാ ജാതികളോടും പോയി പറയാൻ ആരും പോയിട്ടില്ല ഇതുവരെ. കുറച്ച് പേരൊക്കെ പോയി, അവരാലാവുന്നതൊക്കെ അവർ റീച്ച് ചെയ്തു. പക്ഷേ ഇനിയും ഒരു വലിയ ഭാഗം, ഒരു വലിയ പങ്ക് ഇനിയും ഈ സുവിശേഷം കേൾക്കാനുണ്ട്. ഇനിയും ഭൂമിയിൽ അനേകരായി ജനം രക്ഷിതാവിനെ അറിയാതിരിക്കുമ്പോൾ അലസ മനസ്സുമായി ഞാനിരിക്കുവാൻ അനുവദിക്കല്ലേ എൻ്റെ രക്ഷക. ആ പാട്ടിൻ്റെ ആ ഒരൊറ്റ ചരണം എന്നെ സത്യം പറഞ്ഞ് എന്നെ പിടിച്ചുലയ്ക്കുന്നൊരു ചരണമാണ്. ഇനിയും ഭൂമിയിൽ അനേകമായി ജനം രക്ഷിതാവിനെ അറിയാതിരിക്കുമ്പോൾ അലസ മനസ്സുമായി ഞാനിരിക്കുവാൻ അനുവദിക്കല്ലേ എൻ്റെ രക്ഷക. ഇസ്രായേലിനെ പറ്റി പറയാനാണ് ഞാൻ തുടങ്ങിയത്. പക്ഷേ എന്തോ ഇസ്രായേൽ അവിടെ നിൽക്കട്ടെ, ഇസ്രായേലിൻ്റെ കാര്യം ദൈവം നോക്കിക്കോളും. ഇസ്രായേലിന് വേണ്ടി, യെരുശലേമിന് വേണ്ടി പ്രാർത്ഥിക്കാൻ പഴയ നിയമത്തിലൊരു വാക്യമുണ്ട്, 122 സങ്കീർത്തനത്തിൽ. പക്ഷേ പുതിയ നിയമത്തിൽ യെരുശലേമിന് വേണ്ടി മാത്രമല്ല പ്രാർത്ഥിക്കേണ്ടത്, സകല രാജ്യങ്ങൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കണം. വിശേഷാൽ സകല മനുഷ്യർക്ക് വേണ്ടി, അല്ലേ? അങ്ങനെയാണെങ്കിൽ നമ്മൾ സകല രാജ്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരാണോ? ഇസ്രായേലിന് വേണ്ടി പ്രാർത്ഥിച്ചാൽ ഇറാന് വേണ്ടിയും പ്രാർത്ഥിക്കണം. എത്ര പേര് നിങ്ങൾ ഇറാന് വേണ്ടി പ്രാർത്ഥിക്കും? എത്ര പേര് ടർക്കിക്ക് വേണ്ടി പ്രാർത്ഥിക്കും? എത്ര പേര് സിറിയയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കും? എത്ര പേര് അഫ്ഗാനിസ്ഥാന് വേണ്ടി പ്രാർത്ഥിക്കും? എത്ര പേര് ഈ പറഞ്ഞ മൊറോക്കോയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കും? പ്രത്യേകിച്ച് നോർത്ത് ആഫ്രിക്കൻ രാജ്യങ്ങൾ നിങ്ങൾക്കറിയാം. ആ രാജ്യങ്ങൾക്ക് വേണ്ടി നമ്മൾ, മാലദ്വീപിന് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ടോ? ലക്ഷദ്വീപിന് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ടോ? ചൈനയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടോ? പ്രത്യേകിച്ച് ബുദ്ധിസ്റ്റ് നേഷൻസ് എത്രയോ ഉണ്ട്, അവയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടോ? പ്രിയപ്പെട്ടു, ഇന്ന് ദൈവം പോലും വേണ്ടാന്ന് പറഞ്ഞ് നടക്കുന്ന പല യൂറോപ്പ്, പണ്ടൊരു കാലത്ത് ക്രിസ്തീയ രാജ്യങ്ങളായിരുന്നു, അവയ്ക്ക് ഇന്ന് ക്രിസ്തീയതയ്ക്ക് വിട്ടുപോയി. ആ രാജ്യങ്ങൾക്ക് വേണ്ടി ആരെങ്കിലും പ്രാർത്ഥിക്കുന്നുണ്ടോ? യൂറോപ്പിന് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ടോ? എൻ്റെ വാക്കുകൾ ഞാൻ അവിടെ നിർത്തുക. എന്തോ ദൈവത്തിൻ്റെ ആത്മാവ് വേറൊന്നും പറയാൻ അനുവദിക്കുന്നില്ല. ഒരു നിമിഷം ആ വാക്കിൻ്റെ, ആ പാട്ടിൻ്റെ ചരണം ഒന്നുകൂടെ നമ്മുടെ മനസ്സിലേക്കൊന്ന് വരട്ടെ. ഇനിയും ഭൂമിയിൽ അനേകരായി ജനം രക്ഷിതാവിനെ അറിയാതിരിക്കുമ്പോൾ അലസ മനസ്സുമായി ഞാനിരിക്കുവാൻ അനുവദിക്കല്ലേ എൻ്റെ രക്ഷക.
ആ മനോഹരമായ ചരണം ആ പാട്ടിൽ അതെങ്ങനെ അത് വന്ന് ചേർത്തു എന്ന് എനിക്കറിയത്തില്ല. പക്ഷേ അതിൻ്റെ കോറസ് ഇങ്ങനെയാണ്: ഒന്നു മാത്രം ഞാൻ ആഗ്രഹിക്കുന്നു, ദൈവമേ നിൻ്റെ മുഖം കാണുവാൻ എൻ്റെ മാനസം വാഞ്ചിക്കുന്നു, നാഥ നിൻ്റെ ശബ്ദം കേൾക്കുവാൻ. നമ്മൾ ആദ്യം ഇന്ന് പാടിയല്ലോ, യേശുവേ ഒരു വാക്ക് മതിയെന്ന്. പക്ഷേ ഇന്ന് ആ ഒരു വാക്ക് എന്നെ ഒന്ന് കേൾപ്പിക്കണേന്ന് പറഞ്ഞാൽ ഏതായിരിക്കും ആ ഒരു വാക്കെന്നറിയാമോ? ആർ നമുക്ക് വേണ്ടി പോകും, ഇതായിരിക്കും ആ വാക്ക്. എൻ്റെ ചോദ്യം, ആ വാക്ക് കേട്ടാൽ ഇനിയും കേട്ടിട്ട് പിന്നെയും ഒരു വാക്ക് മതി, ഒരു വാക്ക് മതി. തിരുവനന്തപുരം ഭാഷ പറഞ്ഞ് ചെപ്പ അടിച്ചു തരും. എത്ര നാളായിട്ട് പറഞ്ഞ് ആര് നമുക്ക് വേണ്ടി പോവും? പിന്നെയും വന്ന് യേശുവേ ഒരു വാക്ക് മതി. യേശു പിന്നെയും പറയും, ഇന്നലെ പോകാനല്ലേ പറഞ്ഞത്. പിന്നെ അടുത്ത ഞായറാഴ്ച വന്ന് യേശുവേ ഒരു വാക്ക് മതി. ഒരു വാക്കായി പറഞ്ഞത് ആര് നമുക്ക് വേണ്ടി പോകും? ഇന്ന് ഉച്ച കഴിഞ്ഞ സമയത്ത് ദൈവത്തിൻ്റെ ആത്മാവ് നമ്മോട് ചോദിക്കുക, ഹൂ വിൽ ഗോ ഫോർ അസ്? പക്ഷേ യെശയ്യാവ് പറഞ്ഞു, ആ കണ്ട ദർശനത്തിൽ, ഉയർന്നു പൊങ്ങിയിരിക്കുന്ന സിംഹാസനത്തിൽ ആ ദൈവത്തിൻ്റെ മഹത്വം കണ്ടപ്പം തനിക്ക് മനസ്സിലായി താൻ എത്ര അരിഷ്ടനായൊരു മനുഷ്യനാണ്. പെട്ടെന്ന് താൻ കരയാൻ തുടങ്ങി. പെട്ടെന്ന് ദൈവം പറഞ്ഞു, വിഷമിക്കണ്ട, നിൻ്റെ വായിലെ ഇതൊക്കെ ഞാൻ മാറ്റാം, നിൻ്റെ വായ ഞാനൊന്ന് തൊടാം. ഒരു ദൂതനൊരു കനലെടുത്തുകൊണ്ട് വന്ന് എന്ത് ചെയ്തു? നാക്കിന് തൊടിയിച്ചു. ഒന്ന് തൊട്ടപ്പോഴത്തേക്ക് താൻ മാറി, പ്രവാചകനായിട്ട് മാറി. അടുത്ത കേട്ടൊരു ശബ്ദം, ഹൂ വിൽ ഗോ ഫോർ അസ്? ആർ പോകും? അടിയനിതാ എന്നെ അയക്കണമേ. അതിൻ്റെ അർത്ഥം എല്ലാവരും കൂടെ നോർത്ത് ഇന്ത്യയിൽ പോകണമെന്നോ നോർത്ത് ഈസ്റ്റിൽ പോകണമെന്നോ ഒന്നുമല്ല. നിങ്ങളായിരിക്കുന്നിടത്ത് നിങ്ങളുടെ ഒന്ന് കണ്ണോടിച്ചാൽ നിങ്ങളുടെ കുടുംബത്തിലുണ്ട്, നിങ്ങളുടെ അയൽവക്കങ്ങളിലുണ്ട്, നിങ്ങളുടെ സുഹൃത്ത് വലയങ്ങളിലുണ്ട്, നിങ്ങളുടെ സാമൂഹ്യ ബന്ധങ്ങളിൽ ഈ യേശുവിനെ ഇനിയും അറിയാത്തവരുണ്ട്. അവരിലേക്കും കൂടെ നിങ്ങൾ ഈ രാജ്യത്തിൻ്റെ സുവിശേഷം പോയി പറഞ്ഞെങ്കിലേ അവസാനം വരത്തുള്ളൂ. എത്ര പേര് വിശ്വസിക്കും? ഇനിയും ഭൂമിയിൽ അനേകരായി ജനം രക്ഷിതാവിനെ അറിയാതിരിക്കുമ്പോൾ അലസമനസ്സുമായി ഞാനിരിക്കുവാൻ അനുവദിക്കല്ലേ എൻ്റെ രക്ഷക. ക്യാൻ യു മേക്ക് ഇറ്റ് ആസ് എ പ്രെയർ? ക്യാൻ യു മേക്ക് ദിസ് ആസ് യുവർ പ്രെയർ? കർത്താവേ, അലസ മനസ്സുമായി ഞങ്ങളിരിക്കുവാനുമല്ല, ഞാനിരിക്കുവാൻ അനുവദിക്കല്ലേ എൻ്റെ രക്ഷക. ഇനിയും ഭൂമിയിൽ അനേകരായ ജനം രക്ഷിതാവിനെ അറിയാതിരിക്കുമ്പോൾ, ഇനിയും ഭൂമിയിൽ അനേകരായ ജനം രക്ഷിതാവിനെ അറിയാതിരിക്കുമ്പോൾ അലസമനസ്സുമായി ഞാനിരിക്കുവാൻ അനുവദിക്കല്ലേ എൻ്റെ രക്ഷക. അലസമനസ്സുമായി ഞാനിരിക്കുവാൻ അനുവദിക്കല്ലേ എൻ്റെ രക്ഷക. ദൈവം എഴുന്നേറ്റ് നിൽക്കുക. ഒന്നു മാത്രം ഞാൻ ആഗ്രഹിക്കുന്നു, ദൈവമേ നിന്റെ മുഖം കാണുവാൻ എൻ്റെ മാനസം വാഞ്ചിക്കുന്നു, നാഥ നിന്റെ ശബ്ദം കേൾക്കുവാൻ എൻ്റെ മാനസം വാഞ്ചിക്കുന്നു, നാഥ നിന്റെ ശബ്ദം കേൾക്കുവാൻ. ഇന്ന് ദൈവത്തിൻ്റെ ശബ്ദം നമ്മൾ കേട്ടു. എന്താണ് ശബ്ദം? ആർ എനിക്ക് വേണ്ടി അല്ലെങ്കിൽ നമുക്ക് വേണ്ടി പോകും? പിതാവ് പുത്ര പരിശുദ്ധാത്മാവാൻ ദൈവം നമ്മോട് ചോദിക്കുക, നമുക്ക് വേണ്ടി ആർ പോകും? അവിടെ ഒരു ശബ്ദം, അരിഷ്ടനായൊരു മനുഷ്യനായിരുന്നു, പക്ഷേ ദൈവത്തിൻ്റെ ഒരു സ്പർശനം താൻ ഏറ്റു. ആ സ്പർശനം ഏറ്റ ഉടൻ ആദ്യം താനങ്ങ് സമർപ്പിച്ചു. ഹിയർ ആം മൈ ലോർഡ്, സെൻഡ് മീ. ഹിയർ ആം മൈ ലോർഡ്, സെൻഡ് മീ. സെൻഡ് മീ ടു ദ നേഷൻസ്. എന്നെ ദേശങ്ങളിലേക്ക് അയക്കണമേ, രാജ്യങ്ങളിലേക്ക്. നമ്മുടെ കുഞ്ഞുങ്ങളെ നമ്മൾ ലോകത്തെ എല്ലാ രാജ്യങ്ങളിലേക്കും നമ്മൾ അയക്കുന്നു. ഇന്ന് പ്രാർത്ഥിക്കാം, കർത്താവ് എൻ്റെ കുഞ്ഞ്
അവനൊരു സുവിശേഷത്തിൻ്റെ സാക്ഷിയായി പോകട്ടെ. ലെറ്റ് മൈ സൺ ഗോ ആസ് എ വിറ്റ്നസ് ഓഫ് ദ ഗോസ്പൽ. ലെറ്റ് മൈ ഡോട്ടർ, അവളെ കല്യാണം കഴിച്ച് അവളെ ഏത് രാജ്യത്ത് അയച്ചാലും സുവിശേഷത്തിൻ്റെ സാക്ഷിയായിട്ട് അവൾ പോട്ടപ്പാ. ഇത് നിങ്ങൾ മക്കളെ ഒന്ന് സമർപ്പിച്ചൊന്ന് പ്രാർത്ഥിക്കുമോ? ചിലപ്പോൾ നിങ്ങൾ ഒരു പക്ഷേ നിങ്ങളുടെ കൊച്ചുമക്കളുടെ കാര്യമായിരിക്കും, ഒന്ന് പ്രാർത്ഥിച്ച് സമർപ്പിച്ചാട്ടെ. എൻ്റെ കുഞ്ഞു മക്കൾ കർത്താവേ, അവർ യേശുവിൻ്റെ സാക്ഷികളായിട്ട് പോകട്ടെ. അവരെന്നും ഈ പറഞ്ഞ മെൽബണും സിഡ്നിയും ന്യൂസിലൻഡും ഈ പറഞ്ഞ പോലെ കാനഡയും അമേരിക്കയും മാത്രം പോകാതെ, അതെന്താ അവർ മൊറോക്കോയിൽ പോകാത്തെ? അവരെന്താ സിറിയയിൽ പോകാത്തെ? അവരെന്താ ഈ പറഞ്ഞ പോലെ ടർക്കിയിൽ പോകാത്തെ? അവരെന്താ ഇനി നൈജീരിയ പോകാത്തെ? സുഡാനിലേക്ക് എന്താ അവർ പോകാത്തെ? എന്തുകൊണ്ടാണ് നമ്മുടെ മക്കളെ മഞ്ഞ് വീഴുന്ന രാജ്യങ്ങളിലേക്ക് മാത്രമേ നമ്മൾ അയക്കത്തുള്ളൂ? ഒന്ന് സമർപ്പിച്ചാട്ടെ. ഞങ്ങളെ കേൾക്കുന്ന എല്ലാവരും, എവിടെ ഇരുന്ന് കേൾക്കുന്നുവെങ്കിലും ഒന്ന് സമർപ്പിച്ചാട്ടെ. നാഥ, എൻ്റെ മക്കളെ ഞാൻ സമർപ്പിക്കുന്നു, എൻ്റെ കൊച്ചുമക്കളെ ഞാൻ സമർപ്പിക്കുന്നു, ഞങ്ങളെ കുടുംബമായി സമർപ്പിക്കുന്നു. കർത്താവേ, എത്രയും ദൂരെ പോകുന്നു എന്നുള്ളതല്ല കാര്യം. എൻ്റെ അടുത്ത വീട്ടിലുള്ളവരോട് പോയി ഈ സുവിശേഷൻ്റെ സാക്ഷിയായാലും അതും ഞാൻ പോകുന്നതിന് സമമാണല്ലപ്പാ. കർത്താവേ, ഞങ്ങളുടെ കുടുംബങ്ങൾ രക്ഷിക്കപ്പെടാതെ ഇനിയുമുള്ളവർക്ക് വേണ്ടി ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങളുടെ കൂട്ടുകാരിൽ ഇനിയും രക്ഷിക്കപ്പെടാത്തവർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ അയൽവക്കങ്ങളിൽ ഇനിയും രക്ഷിക്കപ്പെടാത്തവർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ അയൽ സംസ്ഥാനങ്ങൾ, ഞങ്ങളുടെ അയൽ രാജ്യങ്ങൾക്കെല്ലാം വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അവരെല്ലാം നിഷ്കളങ്കമായി ദൈവത്തെ നോക്കി വിളിക്കുന്നവരാണപ്പാ. പക്ഷെ അവർക്ക് യേശുവിലൂടെയുള്ള രക്ഷയെപ്പറ്റി അവർക്ക് ഗ്രാഹ്യമില്ലപ്പാ. അത് അവരുടെ കുറ്റമല്ല, അവരോട് ആരും ഇത് പോയി പറഞ്ഞിട്ടില്ലപ്പാ. ആ പോകാത്ത കുറ്റം ഞങ്ങളുടേതാണ്. കർത്താവേ, ഞങ്ങളെ നീ അയക്കുന്നതിനായിട്ട് സ്തോത്രം. ഞങ്ങൾ പോകട്ടെ. ഞങ്ങൾ പോയി പറയുമ്പോൾ അവർ കേൾക്കും. അവർ കേൾക്കുമ്പോൾ അവർ വിശ്വസിക്കും. കർത്താവേ, വിശ്വസിക്കാതെ അവരെങ്ങനെ രക്ഷിക്കപ്പെടും? കർത്താവേ, ഞങ്ങൾ പോകാത്ത കുറ്റം ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളിന്ന് ക്ഷമ ചോദിക്കുന്നപ്പാ. ഇനി വചനം കേട്ട എല്ലാവരുടെ ഉള്ളിലും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മ തുറന്നും സംസാരിച്ചുകൊണ്ടിരിക്കണമേ. പ്രാർത്ഥനയാതിനും കേട്ടിരിക്കാല സ്തോത്രം. ഇന്നത്തെ ഈ സന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹമായി തീർന്നു എന്ന് ഞങ്ങൾ ആത്മാർത്ഥമായി വിശ്വസിക്കുന്നു. ഇതുപോലെയുള്ള അനുഗ്രഹിക്കപ്പെട്ട സന്ദേശങ്ങൾ തുടർന്നും കേൾക്കുവാൻ ദയവായി ഞങ്ങളുടെ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതിലൂടെ ഇതുപോലെയുള്ള അനുഗ്രഹീതമായ സന്ദേശങ്ങൾ, ബൈബിൾ പഠനങ്ങൾ, നിങ്ങളെ പ്രചോദിപ്പിക്കുന്ന, ഉത്സാഹിപ്പിക്കുന്ന സാക്ഷ്യങ്ങൾ എന്നിവ കേൾക്കുവാൻ നിങ്ങൾക്കിടയായിത്തീരും. അതിലൂടെ നമ്മുടെ രക്ഷിതാവും കർത്താവും വീണ്ടെടുപ്പുകാരനുമായ യേശു കർത്താവുമായിട്ടുള്ള ദൃഢമായ ബന്ധത്തിൽ വളരുവാൻ അത് കാരണമായി തീരട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. മറക്കാതെ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ.